കാരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തവണ വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് CPM പലയിടത്തായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലും ഒപ്പം നേരത്തെ അല്പം മുമ്പ് LDF കൺവീനറും അത് പറയുകയുണ്ടായി. 2010 തിരിച്ചടി ഇത്തവണ ഉണ്ടായിട്ടില്ല. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ UDF-ഉം LDF-ഉം തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2010-നേക്കാൾ കുറഞ്ഞ തിരിച്ചടിയാണ് ഇത്തവണ ഏറ്റത്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നമുക്കുണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് LDF അല്ലെങ്കിൽ CPM പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? CPM-ന് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും CPIക്ക് അത്രമേൽ ആത്മവിശ്വാസം ഇല്ല എന്ന് വേണം CPIയുടെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. മാത്രമല്ല, നോക്കൂ, ഈ കഴിഞ്ഞതിന് മുമ്പത്തെ തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വോട്ട് ചോർച്ച LDF-നുണ്ടായി. വലിയ തോതിൽ കോൺഗ്രസ് വലിയ തോതിൽ വോട്ടുകൾ പല ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ നിന്ന് പോലും വലിയ വോട്ട് ചോർച്ച അവർക്കുണ്ടാവുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാവട്ടെ അത് തിരിച്ചു കയറാൻ LDF-ന് സാധിക്കുകയും ചെയ്തു. അത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സാഹചര്യമുണ്ടായി. കണ്ണൂരടക്കം പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മേഖലകളിലൊക്കെ CPM വോട്ടുകൾ ഒന്നെങ്കിൽ BJP-യിലേക്കോ അതല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ചോർന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത്തരമൊരു ചോർച്ച ഉണ്ടാവില്ല. അന്ന് ഒഴുകിപ്പോയ വോട്ടുകളൊക്കെ തിരികെ പാർട്ടിയിലേക്ക് തന്നെ വരും, മുന്നണിയിലേക്ക് തന്നെ ലഭിക്കും എന്നൊരു ആത്മവിശ്വാസമായിരുന്നു CPM-ന്റെ നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഈ LDF-നെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ആ വോട്ടുകൾ തിരികെ പൂർണ്ണമായും LDF പാളയത്തിലേക്ക് CPM എന്ന പാർട്ടിയിലേക്ക് തിരികെ എത്തുന്നില്ല എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുന്നതിന് വഴിമരുന്നിട്ട് കൊടുത്തത് CPM എന്ന ആക്ഷേപം ഇതിനോടകം തന്നെ കോൺഗ്രസും ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ വോട്ടിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ച് പ്രതിരോധിക്കുക എന്നതിനപ്പുറത്തേക്ക് നിലവിലിപ്പോൾ രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ CPM-ന്റെ മുന്നിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല എന്നത് മാത്രമാണ് നിലവിലെ ഈ ഒരു ന്യായീകരണത്തിന്റെ കഥയായി പറയാൻ അല്ലെങ്കിൽ ഒരു കണക്കായി പറയാൻ കഴിയുന്നത്. അത്തരമൊരു കണക്ക് മാത്രമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടാവുന്നുണ്ട്. ഈ മണ്ണ് വലിയ തോതിൽ ചോർന്നു പോകുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ന്യൂനപക്ഷങ്ങളും പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് അകന്നുപോയി എന്നുള്ള വിമർശനം CPI ഉന്നയിക്കുന്നുണ്ട്. വിജിൻ വായന്തോട് തുടരുന്നുണ്ട്. വിജിൻ, ഇന്ന് ബിനോയ് വിശ്വത്തോട് ആ ചോദ്യമൊക്കെ ഉന്നയിച്ചല്ലോ. അതായത് വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചതിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി കൊണ്ടുപോയതൊക്കെ തിരിച്ചടിയായില്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ എന്തായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി? ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ തന്നെ ആ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ തരത്തിലുള്ള വിള്ളൽ LDF-ന് ലഭിച്ചുകൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പോലും ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അത് ഭൂരിപക്ഷ വിഭാഗത്തിന് ഒപ്പം കൂട്ടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ് LDF, പ്രത്യേകിച്ച് CPM, വെള്ളാപ്പള്ളി നടേശനെയും ഒപ്പം തന്നെ NSS-നെയും ഒക്കെ ഒപ്പം കൂട്ടി ഒരു ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഈഴവ വോട്ടുകൾ വലിയ തരത്തിൽ LDF-ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, അത് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇടപെടലാണ് എന്ന വിലയിരുത്തലിലേക്ക് എത്തിയതിന്റെ ഭാഗമായാണ് ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെ ഒരുമിച്ച് കൂട്ടുകയും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ ഒരുമിച്ച് വാഹനത്തിൽ കയറ്റി അവിടത്തേക്ക് എത്തിക്കുകയും ഒക്കെ മുഖ്യമന്ത്രി ചെയ്തത്. ഇതൊക്കെ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ CPI നടത്തുന്നത്. അതാണ് CPI ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള ഇടപെടൽ വേണം, ഒരു വിഭാഗത്തെ മാത്രം സംരക്ഷിക്കുന്നു, അതിന്റെ ഭാഗം മാത്രമായി നിൽക്കുന്നു എന്നതൊക്കെ തിരിച്ചടിയാകാൻ ഒരു പ്രധാന കാരണമായി എന്ന് വിലയിരുത്തുന്നുണ്ട് CPI. എന്തായാലും അതിന്റെ പൂർണ്ണമായ വിലയിരുത്തൽ CPIയുടെ നേതൃയോഗങ്ങൾക്ക് ശേഷമാകും ഉണ്ടാവുക. CPM-ഉം ഇന്ന് നടക്കുന്ന നേതൃയോഗത്തിൽ കൃത്യമായി ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും CPM-നെയും LDF-നെയും സംബന്ധിച്ച് ഇനി ഉള്ള ദിവസങ്ങൾ വളരെ കുറവാണ്. ഏകദേശം 4 മാസം കൂടെ ആകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വലിയ തിരിച്ചടി, നഷ്ടപ്പെട്ടിട്ടുള്ള വോട്ടുകൾ, ഒപ്പം തന്നെ പാർട്ടി വോട്ടുകൾ പോലും ഉണ്ടായിട്ടുള്ള വലിയ വിള്ളൽ, പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളൽ, അതൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്നതല്ല. കാരണം ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2010 എടുത്ത് താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അത് നിലവിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്, ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും തിരികെ എത്തിക്കുക എന്നുള്ളത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മാത്രമേ സാധിക്കൂ എന്നുള്ളത് CPM നേതാക്കൾക്കുൾപ്പെടെ ഇപ്പോൾ വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണതലത്തിൽ LDF തലത്തിൽ ഒപ്പം ഈ നിലപാടിന്റെ
അടിസ്ഥാനത്തിൽ ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനമായും നേതൃയോഗങ്ങൾ എന്തായാലും ചർച്ച ചെയ്യുക. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വെള്ളാപ്പള്ളി നടേശന്റെ നിരന്തരമായ ന്യൂനപക്ഷങ്ങൾക്കെതിരായി, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാടുകൾ, ആ നിലപാടുകൾക്ക് തള്ളിപ്പറയാതെ വെള്ളാപ്പള്ളി നടേശൻ ഒരു മികച്ച നേതാവാണ്, ഒരു സാമുദായിക നേതാവാണ് എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിരന്തരമായി നടത്തിയത് അത് മുസ്ലിം വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നേതാക്കൾ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമാണ് മലപ്പുറത്ത് ഉൾപ്പെടെ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പോലും വിജയിക്കാൻ കഴിയാത്തത് എന്ന വിലയിരുത്തലുമുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയാണ് നിലവിൽ CPI-യുടെയും CPM-ന്റെയും നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യുക. എന്തായാലും CPI ഈ കാര്യത്തിൽ CPM-ന്മേൽ കുറച്ചുകൂടി കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത്